ഹലോ ഗൈസ്, മുന്നേ ഗെയിം റിവ്യൂലോട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ വീഡിയോ ഒട്ടും ലാഗ് അടുപ്പിക്കുന്നതിൽ നമുക്ക് നമ്മളെ വീഡിയോയിലോട്ട് പോകാം. ഹലോ ഗൈസ്, നമ്മളിന്ന് CS റാങ്ക്ഡ് മാച്ച് തന്നെയാണ് കളിക്കാൻ വിചാരിച്ചത്. CS റാങ്ക്ഡ് മാച്ച് ഞാൻ നൈസായി എടുത്തിട്ടുണ്ട്. ഓക്കെ ഗൈസ്, അങ്ങനെ നമ്മൾ സ്റ്റാർട്ട് എടുത്തിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ഇപ്പോൾ കളിക്കാൻ കൂടുതലുള്ളത് സാൻഡിനോ, യൂക്കോങ് ആൻഡ് ഓറിയോ. ഞാൻ മാക്സിമം ക്യാരക്ടറാണ്. ഞാൻ W സ്പിന്നെ എടുത്തിട്ടുണ്ട്. ഇതിനുള്ള കൂടെ കയറുക, ഇവിടെ നിൽക്കുക കേസ്. കാരണം ഓമർ ഫുൾ അവിടെ നിൽക്കുക കേസ്. എന്നാൽ ഓർത്തും സിബ്ലൈൻ കയറുന്നുണ്ട് കേസ്. സിബ്ലൈനും ഉണ്ട്. നമുക്ക് ഇവിടെ നിന്നിട്ട് വേണം അടിക്കാം. ഇവിടെ നിൽക്കട്ടെ. ഗൈസ് അങ്ങനെ കിട്ടിയിട്ടുണ്ട് ഐസിറ്റ്. സാൻഡിനോ ക്യാരക്ടർ ഇട്ടിട്ട് ഗൈസ് വന്നത്. നമ്മൾ നൈസായിട്ട് മെഡ് അടിക്കുക. നൈസായിട്ട് കുറച്ച് മെഡ് അടിച്ചിട്ടുണ്ട്. ഓക്കെ ഗൈസ്, ഇനി നമ്മൾ ചെക്കന്മാർ പൊക്കാൻ വേണ്ടി ഞങ്ങൾ കയറി പോകുന്നുണ്ട് ഗൈസ്. ഒരു കോഡ് ഫുള്ളായിട്ട് വന്നതാണ് ഗൈസ് അവന്മാരൊക്കെ. ഓക്കെ ഗൈസ്, നമ്മളങ്ങനെ നെക്കി പിടിച്ച് അവനെ തീർത്തിട്ടുണ്ട്. നമ്മൾ ചെക്കന്മാരെ പിടിക്കേണ്ടതിന് മുമ്പ് ഒരു കില്ലി ക്യാരക്ടർ കയറി ഇരുന്നുണ്ട്. നമ്മൾ അങ്ങനെ അല്ലോ. ഗൈസ്, അപ്പോൾ ചെക്കൻ ചത്തു ഗൈസ്. എന്താ ചെയ്യാം? ഓക്കെ ഗൈസ്, നമ്മൾക്കപ്പോൾ ചെറുതായി നെറ്റ് പോയി ഗൈസ്. അതുകൊണ്ട് നമുക്കിനി വേറെ എന്തും ചെയ്യാൻ പറ്റിയില്ല. ഗൈസ്, ഓനിക്കൊന്നും നമുക്ക് 0 ഇപ്പോൾ നിൽക്കുന്നത്. നമ്മൾ കിങ് ഫിഷറും പിന്നെ ഒരു മഷ്റൂമും നൈസ് എടുത്തിട്ടുണ്ട്. കിങ് ഫിഷറായിട്ട് ഹെഡ് കയറുമെന്ന് അറിയില്ല. ഇതുണ്ടെങ്കിൽ പിന്നെ ഹെഡ് കയറും ഗൈസ്. അങ്ങനെ ഞങ്ങൾ ഉത്സാഹത്തോടെ കയറി പോവാണ് ഗൈസ്. അങ്ങനെ നമ്മൾ ഓടി എത്തി തുടങ്ങിയിരിക്കണം. ഓക്കെ ഗൈസ്, മേലെ നോക്കുകയാണെങ്കിൽ ഓലന്മാരാണ്ട് കയറി നമ്മൾ അടിക്കുമെന്നല്ല, എന്നാലും കയറി പോവാൻ നൈസായിട്ട്. ഓക്കെ ഗൈസ്, അങ്ങനെ കയറി പോയിട്ടുണ്ട്. ദേവന്മാരോട് അടിക്കാൻ വേണ്ടി റെഡി ആയി തന്നെ നിൽക്കുന്നുണ്ട്. ഞാൻ അവിടെ തന്നെ നിൽക്കാം. ഗൈസ്, ഗ്ലൂ വാൾ ഡോ അറിയില്ല കേട്ടോ. ഓക്കെ ഗൈസ്, ഗൈസ് നമ്മൾ നൈസായിട്ട് താഴേക്ക് കൈയ്യടി ചാടി. ഒരുത്തൻ കുത്തി പിടിച്ച് തന്നെ തീർത്ത് ഗൈസ്. ഗൈസ്, ഞാൻ ആരാകെ നോക്കായി. ഓനും നേരത്തെ കൂടി എങ്ങനെ ഒരു പിടിക്കുമെന്നാണ് എനിക്ക് അറിയാത്തത്. നമുക്ക് മാത്രം ഇങ്ങനെ വിളിക്കാനേ. ഗൈസ്, താഴെയുള്ളവനെ സ്പോട്ട് ചെയ്ത് തോന്നുന്നു. ഒരടി 2 അടിക്ക് അടിച്ചിട്ടുണ്ട്. ഓക്കെ, ഇവനെന്തോന്നും ചെയ്യാത്തത് ഗൈസ്. ഞാനൊക്കെ തന്നെ എപ്പോഴാണ് സ്കാർ ചെയ്തിട്ട് അടിച്ചിരുന്നത് ഗൈസ്. ഓൻ XMB ഇട്ടിട്ട് നൈസൊരു അടിച്ചിട്ടുണ്ടോ അവന്. ഓക്കെ ഗൈസ്, നമുക്ക് 2200 കോയിൻസാണ് ഫസ്റ്റ് സെക്കൻഡുകളിൽ കിട്ടുകയാണ്. നമ്മൾ നൈസായിട്ട് ഒരു തോംസണും എടുത്തിട്ടുണ്ട്. പിന്നെ 3 ഗ്ലൂ വാളും നൈസായിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. ഓക്കെ ഗൈസ്, നമ്മൾ മുമ്പിൻ്റെ തലയിൽ കയറി ഇരുന്നിട്ട് എമൗണ്ട് ഇട്ടാൻ പറ്റുമോ നോക്കട്ടെ. ഓക്കെ ഇത് തുറന്ന് പോയല്ല. അവിടെ എമൗണ്ട് ഇടാൻ പറ്റുന്നുണ്ടാ ഗൈസ്. അത് സക്സസ്ഫുൾ ആട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ ചലഞ്ച് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനോട് പറയാം. ഞാൻ പറ്റുകയാണെങ്കിൽ നിങ്ങൾ ചെയ്താൽ നോക്കും ഗൈസ്. പിന്നെ ഈ വീഡിയോൻ്റെ നമുക്ക് ലൈക്ക് വേണ്ട ഒരു 20 ലൈക്സാണ് ഞാൻ നൈസായിട്ട് പ്രതീക്ഷിച്ചിട്ടുള്ളത്. നിങ്ങളുണ്ട് അതൊക്കെ നിങ്ങൾക്ക് ഈസിയാണോന്നറിയില്ല. എന്നാലും ഞാൻ ഫസ്റ്റ് തന്നെ കളി നമ്മൾ പിടിക്കാൻ നോക്കണ്ടേ. ഞാൻ ഓടി ഇവിടെ എത്തിയിട്ടുണ്ട്. ഇവിടെ തന്നെ ഗൈസ് ഓൻ ചാടിയിട്ടുണ്ട്. ഓനങ്ങനെ കുത്തിപ്പിടിച്ച് ഞാൻ നോക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഓനെ പൊക്കം പോകേണ്ട മെറ്റിന്ന് ഞാൻ മെഡ് കിറ്റ് അടിക്കുകയെന്ന് വെച്ചാൽ അപ്പോഴൊന്നും എൻ്റെ ടീംമേറ്റിനോട് ചാടി. ഗൈസ്, ടീമേറ്റ് ചാടി നിന്നിട്ടുണ്ട്. ഇന്ന അയച്ചിട്ടോ നോക്കി എൻ്റെ കില്ല് എന്തായാലും കിട്ടിയിട്ടുണ്ട് എനിക്ക് ഗൈസ്. ഞങ്ങൾക്ക് പിടിക്കാൻ പറ്റും. എനിക്ക് തോന്നുന്നു പിടിക്കാൻ പറ്റും തന്നെയാണ് ഗൈസ്. ഇവിടെ നമ്മൾ ചെക്കൻ ഇരുന്നിട്ട് കളിക്കുന്നുണ്ട്. ഗൈസ്, ഓനെ സ്പോട്ട് ചെയ്തിട്ടുണ്ട് നൈസായിട്ട് ചെക്കൻ. താഴേക്ക് അടിക്കോ. ഓക്കെ, സെറ്റാ പോലെ നമുക്ക്
ഇതിനുള്ളിൽ തന്നെ അടിക്കുന്നുണ്ട്. ഓനെ മാക്ക് നെക്കി പിടിച്ച് കൊല്ലുന്നതാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. MP40 കളിക്കാൻ ചാൻസ് ഇല്ല ചെക്കൻ. കുഴപ്പമില്ല. ഓക്കെ 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 ചെക്കൻ സീൻസ് ഓക്കെ നെക്കിപ്പിടി ഓനെ അങ്ങനെ നൈസായിട്ട് ഒന്ന് പിടിച്ചിട്ടുണ്ട്. അടുത്ത കളി കേസ് നിങ്ങൾക്ക് വേണ്ട ചലഞ്ചുകളൊക്കെ പറയാൻ എനിക്ക് പറ്റുകയാണെങ്കിൽ ഞാൻ ചെയ്തു തരാൻ നോക്കാം. ഓക്കെ നൈസായിട്ട് XMBയും ഇത് കൊടുത്തിട്ടുണ്ട്. എന്തെങ്കിലും വേറെ ഗണ്ണൊക്കെ വേണം, എന്നാലും എനിക്ക് ആവശ്യമുള്ള SB ചെയ്യുന്നു. ഗൈസ് അവിടെ MP40 നൈസായിട്ടുണ്ട്. നൈസായിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ നേരെ റഷ് ചെയ്യാതെ മേലെ കയറിക്കാനാണ് വിചാരിക്കണേ. കുറച്ച് നേരം മേലെ നിന്നിട്ട് പിന്നെ റഷ് ചെയ്ത് പോവാം. നല്ലതൊക്കെ ചാടാൻ എന്താ ചാടിത്തൊക്കെ. ഗൈസ് അങ്ങനെ നമ്മൾ ഗ്ലൂ അവിടെ ഇട്ടിട്ടുണ്ട്, അടിയേറാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഓരെല്ലാവരും അവിടെ പോകുമ്പോൾ ഞാൻ മാത്രം നിന്നെങ്കിൽ പണിയാവും എന്നുള്ളതുകൊണ്ട് തന്നെ താഴേക്ക് ചാടാൻ വിചാരിക്കണേ. താഴേക്ക് ചാടിയിട്ടുണ്ട് നൈസായിട്ട്. ഓക്കെ ഗൈസ് പോർട്ടൽ വേണ്ട, കാരണം വേണ്ടത്രക്ക് ഞാൻ ഇതിൽ കൂടെ ഓടി പോവാണ്. ഇവന്മാരെ എവിടെയാണെങ്കിലും അടിക്കാൻ ചാൻസ് ഉണ്ട്. ഓക്കെ എനിക്ക് 2 അടിയിട്ടുണ്ട്. ഇവിടെ ഗ്ലൂ വാൾ ഇട്ട് ഞാൻ സെറ്റ് ആയിട്ടുണ്ട്. ഓക്കെ അവൻ്റെ സ്പോട്ട് ചെയ്തിട്ടുണ്ട്. ഓരോ റൗണ്ട് ആക്കിയിട്ടുണ്ട് ജസ്റ്റ് ഒന്ന്. ഒക്കെ അവിടെ തീർത്തിട്ടുണ്ട്. നമ്മളുടെ ചെക്കൻ അടിച്ചിട്ടുണ്ട് അവിടുന്ന്. കേസ് അങ്ങനെ അവനും തീർത്തിട്ടുണ്ട്. ഇവിടെ മേലെ എടുത്തിട്ടുണ്ടായിരുന്നു, അവനും തീർത്തിട്ടുണ്ട്. കേസിന് ഒരുത്തം മാത്രം റഷ് ചെയ്ത് പോകേണ്ടി വരുമോ എന്നൊരു ഡൗട്ട്. വേറെത്തം കൂടി ഉണ്ടായി, നമ്മൾ സപ്പോർട്ടിന് കൂടെ ഉണ്ടല്ലോ, നമുക്ക് റഷ് ചെയ്ത് പോകാം. നല്ലത് കേട്ടോ. ഓനെ പൊക്കോന്ന് അറിയില്ല, ഇമ്പളെ പൊക്കാൻ ചാൻസ് ഇല്ല, എന്നാൽ ഓനെ പൊക്കാമെന്ന് അറിയില്ല കേട്ടോ. ഓക്കെ ഗൈസ് ഞാൻ അങ്ങനെ കയറി റഷ് ചെയ്ത് പോകുമ്പോൾ ഓനെ പൊക്കി ഗൈസ്. ഇനിയിപ്പോൾ ഞാൻ എന്ത് ചെയ്യും? ഗൈസ് ഓനോട് ഇരിക്കുന്നുണ്ട്. ഗൈസ് അവിടെ ഇരിക്കുന്നുണ്ട്. ഓൻ നൈസായിട്ട് കില്ല് ചെയ്തിട്ടുണ്ട്. എന്നാൽ നമ്മളടിച്ച് നൈസായിട്ട് പറഞ്ഞ് നോക്കാം ഇപ്പോൾ പിടിച്ചിട്ടുണ്ട്. എന്തായാലും അവൻ്റെ MP40 നൈസായിട്ട് എടുത്തിട്ടുണ്ട്. ഓനക്ക് 1 മതി, ഞങ്ങൾക്ക് 3 ജയിക്കാൻ. അങ്ങനെ ഞാൻ നൈസായിട്ട് M4A1 3 എടുത്തിട്ടുണ്ട്. ഞാൻ ഇതിൻ്റെ ഇവിടെ കൂടെ മേലക്കണ്ട് പോയാലോ വിചാരിക്കണം. അപ്പം സ്കോപ്പ് ചെയ്തിട്ടാണ് എടുക്കാം. കൊണ്ടുപോകണമെങ്കിൽ എന്താ അറിയില്ല. മക്കളൊക്കെ കൊണ്ടുപോകും. ഇവിടെ നിന്നിട്ട് കളിച്ചിട്ട് കാര്യമുണ്ടോ എന്നൊരു ഡൗട്ട്. ഞാൻ അവന്മാരെ ഫുള്ള് താഴെയാണ്. ഗൈസ് നമ്മളെ ടീമേറ്റ് ആൾ ഒരുത്തൻ ഡൗൺ ആയിട്ടുണ്ട് നൈസായിട്ട്. അവനെ എപ്പോൾ തന്നെ ഫിനിഷും ചെയ്തിട്ടുണ്ട്. പൊക്കാൻ പോലും സമയം തന്നില്ല കേട്ടോ. നമ്മൾ അടിച്ചുകൊണ്ട് കൊള്ളാണെങ്കിൽ 10 കൊള്ളോ അവിടെ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ നമ്മൾ ഗ്രൂപ്പായിട്ടാണ്ട് ആയിട്ടുണ്ട്. ഇവിടെ നിൽക്കാം. പിന്നെ മനസ്സിലായി, പിന്നെ സാൻഡ് കൊണ്ട് നിലത്തേക്ക് ചാടാൻ വിചാരിച്ചു. ഗൈസ് ഇവിടെ ഇവിടെയാണ് പറ്റൂല അത്ര. എനിക്ക് സാൻഡിയിലിടാൻ പറ്റൂല. നെക്സ്റ്റ് താഴേക്ക് ചാടിട്ടോ. അപ്പോൾ എനിക്ക് ബാക്ക് നടി വന്നു, പിന്നെ മനസ്സിലായത്. നെയ്ഡ് കിട്ടിയില്ലാന്ന്. അപ്പോൾ ഓൻ നയിച്ചിട്ട് താഴേക്ക് ചാടിയുണ്ട്. ഓനെ അടിച്ചിട്ടുണ്ട്. ഓക്കെ ഓനെ ഫിനിഷ് ചെയ്യട്ടെ. ഓനെ ഫിനിഷ് ചെയ്ത് ഗായ്സ് അപ്പോൾ ബാക്കിൽ നിന്ന് തന്നെ ഇവൻ്റെ ഇപ്പോൾ ബാക്കിൽ നിന്ന് അടിച്ചിട്ട് ഗൈസ് തന്നെ. എന്നാൽ നമ്മളെ ടീംമേറ്റ് ഓനെ നൈസായിട്ട് അടിച്ചിട്ടുണ്ട്. പിന്നെ ഗൈസ് ഓനെ നൈസായിട്ട് ടീംമേറ്റ് അടിച്ചിട്ടുണ്ട് കേട്ടോ. നമുക്കിത് ഏത് കണ്ടെടുക്കേണ്ടത് വെച്ചാൽ നോക്കട്ടെ. ഓക്കെ ഗൈസ് നമുക്ക് MP40 തന്നെ എടുക്കാം. നൈസായിട്ട് ഞാൻ MP40 കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. കയറിപ്പോയിട്ട് കളിച്ച് നോക്കാം. പിന്നെ ഒരുത്തിൻ്റെ പുറകെ പോകാം ഗൈസ്. എന്നാണെങ്കിൽ മാക്സിമം പിടിക്കാമെങ്കിലും ചെയ്യാൻ പറ്റും. അവൻ്റെ ബാക്കോടെ പോവാം. പിന്നെ നെയ്ഡ് ഒരവിടെയൊക്കെ നിൽക്കണ്ടെങ്കിൽ നെയ്ഡ് ഇടാനാണ് എൻ്റെ പ്ലാൻ. ഞാൻ കളിക്കുമ്പോൾ ഒന്ന് ജസ്റ്റ് പ്ലാൻ വെച്ചിട്ട് പോകേണ്ടതാണ് നല്ലത് കുറച്ചും കൂടി കേട്ടോ. വാടാ വേഗം. ഓക്കെ കേസ് ഒമ്മരുത് അവിടെ നിൽക്കുന്നുണ്ട്. M4A1 മാറ്റിപ്പോയി ഗൈസ്. എന്തായാലും ഇനി അവിടെ എന്തെങ്കിലും ആൾക്കാരുണ്ടെന്ന കാര്യം ഉറപ്പാണ്. ഞാൻ എന്ത് ചെയ്യും,
പോട്ടാൻ കുറച്ച് കളിച്ചിട്ട് അവനെ ഒരുത്തൻ രക്ഷ ചെയ്താൽ മതി. ഓ ഗൈസ് ഓൻ രക്ഷ ചെയ്തു. വേഗം നേരിടെടുത്ത് ഏറി നമ്മളെ നോക്കൂല ആ സമയത്തൊന്നും. ഓക്കെ ഗൈസ് ഒരുത്തൻ ആടെ എറിഞ്ഞെടുത്തുണ്ട്. 137. ഓ ഗൈസ് എൻ്റെ വേഗം നടി. ഓക്കെ ഗൈസ് ഇതിന് ഗ്ലൂവാളും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. മെഡടിച്ചിട്ടുണ്ട്. 11 പഠിച്ചോനെ പെട്ടില്ല. മെഡ് കാര്യങ്ങളൊക്കെ നൈസായിട്ട് 2 അടിച്ചിട്ടുണ്ട്. ഓനെ കാണാണ്ട്. ഓനെ കണ്ട് ഗൈസ് ഞാൻ കണ്ടിട്ടാ. ഓക്കെ ഗൈസ് അവനെ അടിച്ചിട്ട് നൈസായിട്ട് വന്നിട്ടുണ്ട്. ഞാൻ പിന്നെ പൊക്കിൻ്റെ യൂക്കൊനെ ഇതിൽ പൊക്കിയുണ്ട്. ഓക്കെ ഗൈസ് എനിക്ക് എവിടെയെന്ന് അവനെ അറിയില്ല കേട്ടോ. ഓ ഗൈസ് ഓൻ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. നെക്കി പിടിച്ചവനെ തീർത്തിട്ടുണ്ടായിരുന്നു. ഫോർ നൈറ്റൊക്കെ നെക്കി പിടിച്ചവനെ തീർത്തിട്ടുണ്ടായിരുന്നു. ഓക്കെ സ്കോപ്പ് എടുത്ത് സ്കോപ്പ് ഞാൻ തീർത്തിട്ടുണ്ട് ഗൈസ് നൈസായിട്ട്. ആണ്ടാണ് സ്കോപ്പ് തീർത്തിട്ടുണ്ട് കേട്ടോ. ഇനി വേറെ പ്രത്യേകിച്ച് ഒരു പണിയില്ല. 3-3 ആര് വിജയിക്കും എന്നുള്ള ക്വസ്റ്റ്യനാണ് ഇപ്പോൾ നമ്മളുടെ. നമുക്ക് ആര് വിജയിക്കും നോക്കാം. അങ്ങനെ ഞാൻ ഇതിൽ നമ്മളെ ഹെൽമെറ്റ് എടുത്തിട്ടുണ്ട്. ഹെൽമെറ്റൊക്കെ കുറച്ച് ഹെൽമെറ്റ് 3 എടുത്തുള്ളത്. ഓക്കെ ഗൈസ് അങ്ങനെ 2 ഉണ്ടാക്കി 2 കൂടി എടുത്തിട്ടുണ്ട്. ഓക്കെ ഗൈസ് നമ്മളുടെ ഗ്ലൂ എടുത്തിട്ട് പോകുന്നുണ്ട്. ഓക്കെ എടുത്ത് മാട കൂടെ. ഓക്കെ എനിക്ക് കുറച്ച് ഡാമേജ് എടുത്തിട്ടുണ്ട്. ചാവേണ്ടയാണല്ലോ ഗൈസ്. അത്രയും ഡാമേജ് കൊടുക്കാൻ ചാവത്തിരിക്കൂല ഗൈസ്. ഞാൻ ചാടിയിട്ട് അടിച്ചു നോക്കി. അപ്പോഴാണ് മനസ്സിലായി ഗൈസ് എന്തിട്ട് നേരെ അതും പൊട്ടി. ഗൈസ് നൈസിൽ ഇതിട്ടിന്ന് നമ്മളെ ചെക്കനെ കുറച്ച് ഇട്ടിട്ടുണ്ട്. ഗൈസ് നമ്മളെ ചെക്കനെ അടിക്കുന്നോടാ. എൻ്റെ പിള്ളേരെ തൊട്ട് അടിക്കുന്നു. ഓനങ്ങനെ തീർത്തിട്ടുണ്ട് ഗൈസായിട്ട്. അപ്പോഴാണ് വീണ്ടും വരുത്തി വന്നിട്ട് പിള്ളേരെ കളിക്കുന്നോടാ. അപ്പം ഞാനും വീണ്ടും പിള്ളേരെ കളിപ്പിച്ചാണ് കൊടുത്തത് ഗൈസ്. അങ്ങനെ നമ്മൾ രണ്ട് നോക്കിയിട്ട് ഓനെയും തീർക്കുന്ന മുമ്പനെ ഓനെന്ത് ചെയ്തു നൈസായിട്ട് ഗ്ലൂവാളും കാര്യങ്ങളൊക്കെ ഇട്ട്. ഇപ്പോൾ മെഡും കുറവായിരുന്നു. അവൻ്റെ മെഡും അടിച്ച് അങ്ങനെയൊക്കെ പൊട്ടിച്ചെടുക്കുകയാണ് ഗൈസ്. ഓ നൈസായിട്ട് നെയ്ഡിട്ടിട്ടുണ്ട്. ഗൈസ് എനിക്ക് നെയ്ഡിൻ്റെ കുറച്ച് കൊണ്ടിട്ടുണ്ട് കേട്ടോ. നെയ്ഡും കുഴപ്പമില്ല. അവൻ മേലെ ഇരുന്ന് എറിയുമ്പോൾ മാക്സിമം അടുത്ത് തന്നെ എത്തും. എന്നാൽ ഞാൻ അടുത്ത് അവൻ്റെ മേത്ത് കയറാൻ നോക്കുകയാണെങ്കിൽ എത്തൂല. അങ്ങനെ കുഴപ്പം. ഗൈസ് നമ്മുടെ ചെക്കൻ ഊണാക്കിയിട്ടുണ്ട് ഗൈസ് നൈസിനെ. നമുക്ക് വേറെ ഒന്നും ചെയ്യാനില്ല. ഇട്ട് ഒളിപ്പിച്ചു അവനെ. അല്ല വേറെ എന്ത് കൊല്ലോ ഒന്ന് വേറെ എന്തെങ്കിലും ഉണ്ടായിട്ട് കിട്ടി ഗൈസ്. ഓക്കെ ഇനി മേക്കറി പോകണ്ട. അവന് കടിക്കാനുള്ള സാഹചര്യം ഞാൻ ഉണ്ടാക്കി കൊടുക്കണ വഴി തന്നെ. ഓക്കെ നിൽക്കണം ചാടട്ടെ നിൽക്കുന്നുണ്ട്. ചാടയിൽ നിൽക്കുക. അപ്പോൾ കണ്ടോ കിട്ടി ഗൈസ്. ഞാൻ 57 ഹെഡ് എടുത്തിട്ടുണ്ട്. ഗൈസ് അങ്ങനെ ഞാൻ ഒരു ഫിനിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ മുന്ന ഗെയിമറിൻ്റെ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സൈനിങ് ഓഫ് മുന്ന ഗെയിമർ.